ജയം തരാൻ യേശു ഉണ്ടാകും. അവൻ നമ്മളെ ഒറ്റയ്ക്ക് അയക്കില്ല. ഹല്ലേലൂയ. ഞാൻ യോഗ്യനല്ല യേശുവേ, സ്നേഹം പ്രാപിപ്പാൻ. ഞാൻ യോഗ്യനല്ല യേശുവേ, നന്മ പ്രാപിപ്പാൻ. എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു, എങ്കിലും നീ സ്നേഹിച്ചു, എങ്കിലും നീ മാനിച്ചു. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഞാൻ നാട്ടൊലിവായി തീർന്നിട്ടും കായ്ച്ചതില്ല സൽഫലം. ഞാൻ നാട്ടൊലിവായി തീർന്നിട്ടും കായ്ച്ചതില്ല സൽഫലം. എന്നിലും ഈ കൊമ്പിലെ എങ്കിലും ഈ കൊമ്പിലെ ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര നല്ല സ്നേഹമേ നന്ദിയോടെ വാഴ്ത്തും ഞാൻ. ഇത്ര വലിയവനായ ദൈവത്തെ നന്ദിയോടുകൂടി നമുക്ക് ഓർക്കാം. ദോഷങ്ങൾ നിരീപിച്ചു, ജീവിതത്തിൽ കൈപ്പേറിയ അനുഭവത്തിലൂടെ കടന്നുപോയി. എങ്കിലും വലിയവനായ കർത്താവ് എന്നെ നിങ്ങളെ സ്നേഹിച്ചെങ്കിൽ ഇന്ന് രാത്രി നമുക്ക് തുടർന്നുള്ള നിമിഷം എല്ലാവർക്കും ചേർന്ന് ദൈവത്തെ സ്തുതിക്കാം, ദൈവത്തെ മഹത്വപ്പെടുത്താം. ഹല്ലേലൂയ. യഹോവയെ സ്തുതിപ്പിൻ, ദൈവത്തെ അവന്റെ വിശുദ്ധ മന്ദിരത്തിൽ സ്തുതിപ്പിൻ, അവന്റെ ബലമുള്ള ആകാശ വിധാനത്തിൽ അവനെ സ്തുതിപ്പിൻ, കാഹളനാദത്തോടെ അവനെ സ്തുതിപ്പിൻ. ഹല്ലേലൂയ. ആമേൻ. ഉച്ചനാദമുള്ള കൈത്താളത്തോടെ അവനെ സ്തുതിപ്പിൻ. ഹല്ലേലൂയ. അവൻ ആൽഫയും ഒമേഗയുമാണ്, ആദ്യനും അന്ത്യനുമാണ്. ആരാധനയ്ക്ക് യോഗ്യനായ കർത്താവിനെ എല്ലാവരും ചേർന്ന് ആമേൻ സ്തുതിച്ചാട്ടെ. സ്തുതികളിന്മേൽ വസിക്കുന്നവനായ കർത്താവ് ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ട്. യഹോവ ഞങ്ങളിൽ വൻ കാര്യങ്ങളെ ചെയ്തിരിക്കുന്നത് കൊണ്ട് ഇന്ന് രാത്രി ഞങ്ങൾ അവനെ ആരാധിക്കും. ഇന്ന് രാത്രി ഞങ്ങൾ അവനെ മഹത്വപ്പെടുത്തും. ഗീതം ഗീതം ജയ ജയ ഗീതം പാടുവിൻ സോദരരേ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവേ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവേ. നമ്മുടെ യേശുനാഥൻ ജയഗീതം പാടിടുവേ. നമ്മുടെ യേശുനാഥൻ ജീവിക്കുന്നതിനാൽ ജയഗീതം പാടിടുവേ. നമ്മുടെ കർത്താവേ, ഇന്ന് രാത്രി ഞങ്ങളൊക്കെ ശ്രദ്ധിക്കുകയാണ്, ഇന്ന് രാത്രി ഞങ്ങളൊക്കെ മഹത്വപ്പെടുത്തുകയാണ്. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, അവിടുത്തെ കൃപയാൽ ഇന്ന് രാത്രി ഞങ്ങളെ വഴി നടത്തുന്നു. ഞങ്ങൾ സ്തോത്രം പറയുന്നു. ഹല്ലേലൂയ. ഈ രാത്രിയിൽ അവൻ എവിടെ നിന്ന് വരുന്നു അതുപോലെ സ്വർഗ്ഗത്തിലെ ദൈവത്തിന്റെ ശക്തി ചില ജീവിതങ്ങളുടെ മേൽ അവർ ഇടപെടുന്നതിന് ഞങ്ങൾ സ്തോത്രം പറയുന്നു. ഇന്ന് ഞങ്ങളുടെ സമർപ്പണവും ഞങ്ങളുടെ ആരാധനയും അവിടുത്തെ സ്വർഗ്ഗത്തിലെ ദൈവം തമ്മിൽ ഇടപെടുന്നു. സ്വീകരിക്കുന്ന വലിയ ദയക്കായി സ്തോത്രം. കർമ്മേലിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ സാന്നിധ്യം, സിംഹത്തിന്റെ കുഴിയിൽ ഇറങ്ങി വന്ന ദൈവത്തിന്റെ സാന്നിധ്യം
മോശയോടുകൂടെ ഇറങ്ങി വന്ന ദൈവത്തിന്റെ സാന്നിധ്യം, യോശുവയോടുകൂടെ ഇറങ്ങി വന്ന ദൈവത്തിന്റെ സാന്നിധ്യം ഇന്ന് രാത്രി ചില ജീവിതങ്ങളുടെ മേൽ അവിടുന്ന് തൊടുന്ന കൃപയ്ക്ക് ഞങ്ങൾ സ്തോത്രം പറയുന്നു കർത്താവേ. ഹല്ലേലൂയ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പരിശുദ്ധ പിതാവേ, ഇന്ന് രാത്രി കർത്താവേ, ആരെല്ലാം ഇന്ന് രാത്രി ദൈവത്തിന്റെ സന്നിധിയിൽ തങ്ങളുടെ ഹൃദയങ്ങളെ ഏൽപ്പിച്ചുകൊണ്ട് ദൈവത്തെ പാടി സ്തുതിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിയോ, തങ്ങളുടെ മക്കളുടെ ആരാധനയും സ്തുതിയും സമർപ്പണവും ഇന്ന് രാത്രി കർത്താവ് അവിടുന്ന് കണ്ട കൃപയ്ക്കായി സ്തോത്രം. അവിടുന്ന് ഞങ്ങൾ എല്ലാവരെയും അവിടുന്ന് തൊട്ട കൃപയ്ക്കായി സ്തോത്രം പറയുന്നു. പ്രാർത്ഥനയും ആരാധനയും സ്തുതികളും ബഹുമാനവും സകല പുകഴ്ചയും ഞങ്ങളുടെ അപ്പച്ചൻ അർപ്പിച്ചുകൊണ്ട് യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ, ആമേൻ. സ്വർഗത്തിന് ഭൂമിക്കും നാഥനായ ഞങ്ങൾ നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, ഏറ്റവും സന്തോഷമുള്ള ഈ രാത്രിക്കായി അങ്ങേക്ക് ഞങ്ങൾ നന്ദി കരേറ്റിക്കുന്നു. അങ്ങയുടെ സന്നിധിയിൽ സന്തോഷ പരിപൂർണതയും അങ്ങയുടെ വലത് ഭാഗത്ത് നിന്നും പ്രമോദനമുണ്ടല്ലോ. കർത്താവ്, ഈ ജിമ്മിന്റെ 17ാമത് കൺവെൻഷൻ യോഗത്തിന്റെ അവസാന രാത്രി കർത്താവെ സമാപന ദിവസത്തിലേക്ക് ഞങ്ങൾ അവിടുന്ന് വന്നിരിക്കുന്നുവല്ലോ. കഴിഞ്ഞ 3 ദിവസക്കാലം വ്യാപരിച്ച ദൈവകൃപയ്ക്കായി അങ്ങേക്ക് ഞങ്ങൾ നന്ദി കരേറ്റുന്നു. ദൈവദാസന്മാരുടെ ദൈവത്തിന്റെ മാറ്റമില്ലാതെ വചനം കേൾക്കുവാൻ ഓരോ മക്കളെ നീ ബലപ്പെടുത്തി ഓർത്തു നന്ദി കരേറ്റുന്നു. ദൈവത്തിന് കൊടുപ്പാൻ തന്റെ ദാസനെയും ടീം അംഗങ്ങളെയും നീ ബലപ്പെടുത്തി ഓർത്ത് നന്ദി കരേറ്റുന്നു. കഴിഞ്ഞ 16 വർഷക്കാലം ദൈവത്തിന്റെ വലിയ കൃപയില് കർത്താവെ സംഘടനയെ ഒന്ന് നടത്തിക്കൊണ്ടിരിക്കുന്നതിനായി നന്ദി കരേറ്റുന്നു. ഭാരത നാനാഭാഗങ്ങളായി സുവിശേഷ വേലക്കാരയച്ച് മിഷന്മാരെ അയച്ച് കർത്താവിനെ ഉയർത്തുവാൻ, കർത്താവിനെ സാക്ഷ്യം വഹിപ്പാൻ ചെയ്യുന്ന വലിയ പ്രവർത്തനങ്ങൾ ഓർത്ത് ഞങ്ങൾ നന്ദി കരേറ്റുന്നു. ഇന്നയോളം നടത്തിയ എല്ലാ കൃപയ്ക്കായി കർത്താവെ നന്ദി. ദാശ കൊടുത്ത നല്ല ദർശനത്തിനായി നന്ദി കരേറ്റുന്നു. ദൈവ അഭിഷേകത്തിനായി നന്ദി കരേറ്റുന്നു. വചനത്തിന്റെ അധികാരത്തിനായി നന്ദി കരേറ്റുന്നു. ഇന്നയോളം നടത്തിനായി കർത്താവെ നന്ദി അർപ്പിക്കുന്നു. ഈ സമാപന യോഗത്തിലും ദൈവത്തിന്റെ വലിയ കൃപ വ്യാപരിക്കുന്നതിനായി നന്ദി കരേറ്റുന്നു. ഏത് ഉദ്ദേശത്തോടത്തിന്റെ കുഞ്ഞുങ്ങൾ ഇവിടെ കടന്നു വന്നിരിക്കുന്നുവോ, തൃപ്തരായി കടന്നു പോകുവാൻ, ബലമുള്ളവരായി കടന്നു പോകുവാൻ, ആത്മനിറവുള്ളവരായി കടന്നു പോകുവാൻ, തീരുമാനത്തോടെ കടന്നു പോകുവാൻ ദൈവവചനത്തിന്റെ ശക്തി അധികമായി ഇന്ന് രാത്രിയിലും വ്യാപരിക്കട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ദൈവത്തിന്റെ വചനത്തെ ഉദ്ദേശം, ആ വചനം ഏത് ഉദ്ദേശത്തോടെ എഴുതപ്പെട്ടിരിക്കുന്നുവോ അതേ ഉദ്ദേശം നിറവേറപ്പെടുവാൻ കർത്താവെ ഇന്ന് രാത്രിയിലും സഹായിക്കണമേ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. പാടുന്നതിന്റെ കുഞ്ഞുങ്ങൾക്കായി നന്ദി കരേറ്റുന്നു. ക്രിസ്മസ് വായിക്കുന്ന കുഞ്ഞുങ്ങൾക്കായി സ്തുതിക്കുന്നു. പിന്നെ അധ്വാനിച്ച എല്ലാ ദൈവമക്കൾക്കായി നന്ദി കരേറ്റുന്നു. ഈ 4 ദിവസക്കാലമായി ദൈവജനം കേൾപ്പാനായി കടന്നു വന്ന എല്ലാ ദൈവജനത്തിനായി ദൈവമക്കൾക്കായി സ്തുതിക്കുന്നു. ഈ അലപ്ര പ്രദേശത്തെ മുഴുവനായി ഏൽപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഇന്നയോളം നിങ്ങൾ ലഭിച്ച എല്ലാ നന്മക്കായി പിതാവേ നന്ദി, സ്തോത്രവും ആനുമകത്വം അറിയപ്പെട്ട കുഞ്ഞാടെ അങ്ങക്ക് വീണ്ടും ഞങ്ങൾ അർപ്പിക്കുന്നു. ഇന്ന് രാത്രി ദൈവജനം പറഞ്ഞ ദാസന് വേണ്ടി സ്തോത്രം ചെയ്യുന്നു. ആദ്യമായി നിന്റെ കൃപ കൊടുക്കണമേ, ആദ്യമായി നിന്റെ കൃപ കൊടുക്കണമേ. നിന്റെ ശക്തിയാ അതേ അഭിഷേകത്തോട് ദൈവജനം പറഞ്ഞ് കർത്താവിനെ ഉയർത്താൻ വീണ്ടും സഹായിക്കണമേ. ഇന്നോളം ദാസൻ നീ ബലപ്പെടുത്തനായി കർത്താവെ നന്ദി കരേറ്റുന്നു. ഈ ശുശ്രൂഷയിൽ നിന്റെ കൃപ വെളിപ്പെടുന്നതിനായി നന്ദി. കൃപയാൽ സൂക്ഷിക്കണമേ, എല്ലാവരെയും ബലപ്പെടുത്തണം. സൗഖ്യവും സന്തോഷവും സമാധാനം ദൈവകൃപയിൽ ലഭിച്ച് കടന്നു പോകാൻ എല്ലാവരും നീ സഹായിക്കണമേ വീണ്ടും പ്രാർത്ഥിക്കുന്നു. മഹത്വമല്ല എന്റെ കർത്താവിന് മാത്രം. കൃപയിൽ പൊതിയണമേ. യേശു മശിഹ മൂലം അപേക്ഷിക്കുന്നത് ദയോടെ കേൾക്കണമേ. ആമേൻ. പ്രൈസ് ദി ലോർഡ്. ഇന്ന് നമ്മളെ കർത്താവ് വചനം തന്നയക്കണം. വചനമാണ് നമ്മൾക്ക് ധൈര്യം തരുന്നത്. വചനമാണ് നമ്മളെ തിരുത്തുന്നത്. വചനമാണ് നമ്മളെ രൂപാന്തരപ്പെടുത്തുന്നത്. വചനത്തിന്റെ ശക്തി അതൊന്ന് വേറെയാണ്. അത് ജയിലറയ്ക്കകത്തും കാണിക്കും അതിന്റെ ശൗര്യം. വചനത്തിന്റെ ശക്തി ലോകത്തിന്റെ ഏത് കോണിൽ പോയി പാർത്താലും, ഏത് ഞെരുക്കം അനുഭവിച്ചാലും അവിടെ എല്ലാം നമുക്കത് അനുഭവിക്കാൻ വചനത്തിന്റെ ശക്തി കാണാൻ സാധിക്കും. ഇന്ന് ശുശ്രൂഷയ്ക്ക് വേണ്ടി സങ്കീർത്തനത്തിൽ നിന്നൊരു ഭാഗം വായിച്ച് കടന്നു വരാമെന്ന് ആഗ്രഹിക്കുകയാണ്. 124 സങ്കീർത്തനത്തിന്റെ 1ഉം 2ഉം വാക്യങ്ങൾ ഞാൻ നിങ്ങളെ വായിച്ച് കേൾപ്പിക്കാം. ഇസ്രായേൽ പറയേണ്ടത് എന്തെന്നാൽ, യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, മനുഷ്യർ നമ്മോട് എതിർത്തപ്പോൾ യഹോവ നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ യഹോവ നമ്മുടെ പക്ഷത്ത് ഇല്ലായിരുന്നു എങ്കിൽ
നമ്മുടെ കർത്താവ് നമ്മുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ, ചിന്തിച്ചു നോക്കിയിട്ടുണ്ടോ? യേശു കർത്താവ് എന്റെ പക്ഷത്ത് നിന്നില്ലായിരുന്നുവെങ്കിൽ എന്റെ സ്ഥിതി എന്താകുമായിരുന്നു? രക്ഷിക്കപ്പെട്ട ഒരു ദൈവ പൈതൽ നിശ്ചയമായും ജീവിതത്തിൽ ഇങ്ങനെ ഓർക്കുന്ന ചില നിമിഷങ്ങൾ സ്വാഭാവികമാണ്. ഇന്ന് നമ്മളിവിടെ വന്നിരിക്കുന്നത് യഹോവ നമ്മുടെ പക്ഷത്തുണ്ടായിരുന്നത് കൊണ്ടാണ്. നമ്മുടെ കർത്താവ് നമ്മുടെ പക്ഷത്തില്ലായിരുന്നു എങ്കിൽ നമ്മളിവിടെ വരുമായിരുന്നില്ല. നമ്മൾക്ക് കഴിഞ്ഞ കാലങ്ങളിൽ ഉണ്ടായിട്ടുള്ള കാര്യങ്ങൾ ഓർത്ത് നോക്കിയാൽ മതി. നമ്മളുടെ നേരെ ശത്രുക്കൾ വാടകോരി വെല്ലുവിളിച്ച കാലം. रामेश्वर साहू बताया, काफी विरोधी लोग उसके आसपास आया, चैलेंज किया, अभी हिट लिस्ट में लिखा, हत्या करेंगे, मारेंगे। लेकिन आज ये स्टेज पर आकर वे बताया, मैं मेरा लहू प्रभु यीशु के लिए बहाने का मौका मिलेंगे तो मेरा लहू बगाएंगे। കർത്താവായ യേശു ക്രിസ്തു എന്റെ വലം കൈക്ക് പിടിച്ചിരിക്കുകയാൽ ഒരു സൈന്യം എനിക്കെതിരെ പാളയമിറങ്ങിയാലും അവൻ പറഞ്ഞത് അവന്റെ ഭാര്യയോടും മക്കളോടും പറഞ്ഞു, പപ്പയെ വഴിക്കിട്ട് തല്ലിക്കൊന്നാൽ എന്റെ രക്തം ഒഴിക്കേണ്ടി വന്നാലും യേശു കർത്താവിനായി ജീവിക്കും. നിങ്ങളെ എന്റെ കർത്താവ് പോറ്റും. ദൈവമക്കളെ, യഹോവ പക്ഷത്തുണ്ടെങ്കിലേ നിലനിൽപ്പുള്ളൂ എന്ന് പറഞ്ഞേ. യഹോവ എന്റെ പക്ഷത്തുണ്ടെങ്കിലേ എനിക്ക് നിലനിൽപ്പുള്ളൂ. ഇന്ന് കാണുന്ന മിടുക്കന്മാരുടെ മിടുക്കൊക്കെ ദൈവം പക്ഷത്ത് നിൽക്കുന്നത് കൊണ്ടാണ്. ഇന്ന് കാണുന്ന നമ്മുടെ സാമർത്ഥ്യത്തിന്റെ എല്ലാം പിന്നിൽ നമുക്ക് വേണ്ടി പക്ഷപാതം ചെയ്യുന്ന ഒരു മഹാപുരോഹിതൻ സ്വർഗത്തിലുള്ളത് കൊണ്ടാണ്. അതോർത്ത് ദൈവത്തെ സ്തുതിക്കുകയാണ്. ദൈവമക്കളെ, എന്തെല്ലാം എതിർപ്പുകൾ ചിലപ്പോഴൊക്കെ ഞാനിങ്ങനെ ഓർത്തു പോകും. എൻ്റെ യാത്രയിൽ ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ, ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്യുമ്പോൾ ഒക്കെ ചിലപ്പോൾ ഓർത്തിരുന്ന് ഞാൻ വണ്ടി ഓടിക്കുന്നതിൻ്റെ ഇടയിൽ ഞാൻ തന്നെ ഇരുന്ന് കരയും. ദൈവം കൊണ്ടുവന്ന വഴികൾ ഊഹിക്കാൻ കഴിയുന്നതിൻ്റെ അപ്പുറത്താണ്. നേരാവണ്ണം വസ്ത്രം ധരിക്കാനും ആഹാരം കഴിക്കാനും ഇല്ലാതിരുന്ന അടിസ്ഥാനത്തിൽ നിന്ന് കഴിഞ്ഞ ദിവസം ഇന്നലെ മറ്റേ നമ്മുടെ ജോർജ് ബിലിം സാറും സിയും ഞാനൊക്കെ കൂടി സംസാരിച്ചപ്പോൾ അവർ രണ്ടുപേരും പറഞ്ഞു, അവരുടെ രണ്ടുപേരുടെയും പിതാക്കന്മാർ ഉപദേശിമാരായിരുന്നു, സുവിശേഷ വേലക്കാരായിരുന്നു. അങ്ങനെ പറഞ്ഞപ്പോ ഞാൻ അവരോട് പറഞ്ഞു, നിങ്ങൾക്ക് അങ്ങനെയെങ്കിലും ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നല്ലോ, എന്നാൽ എനിക്ക് അങ്ങനെ ഒരു പാരമ്പര്യം ഇല്ല. എൻ്റെ വല്യാപ്പൻ പാട്ട കൊട്ടി സുവിശേഷ യോഗം കലക്കുന്ന പാർട്ടിയായിരുന്നു. അതായിരുന്നു എൻ്റെ പാരമ്പര്യം. ദൈവമക്കളെ, പാരമ്പര്യവും എല്ലാം നോക്കിയാൽ, അതൊക്കെ നോക്കിയാൽ നമ്മളൊന്നും ഇവിടെ വരില്ല. നമ്മുടെ വലങ്കൈക്ക് പിടിച്ചിരിക്കുന്ന കർത്താവ് ആരാണെന്ന് ഓർക്കണം. ഈ വിഷയം ധ്യാനിക്കുകയും ചിന്തിക്കുകയും ചെയ്തപ്പോ വേദപുസ്തകത്തിലേക്ക് തിരിഞ്ഞു നോക്കി. വേദപുസ്തകത്തിലെ സകല ഭക്തന്മാരും, ഞാനിങ്ങനെ ഉദാഹരണം വെറുതെ ഒരു പേപ്പറിൽ എഴുതി, സകല ഭക്തന്മാരും ദൈവത്തോട് അവരുടെ ജീവിതം കണക്ട് ചെയ്ത അന്ന് മുതൽ അവരുടെ ജീവിതത്തിന്റെ ഗതി മാറി. അന്ന് മുതൽ അവരുടെ ജീവിതത്തിന്റെ അവസ്ഥ മാറി. ഏറ്റവും ആദ്യം എന്റെ മനസ്സിൽ വന്ന ആളാണ് അബ്രഹാം. അബ്രഹാമിനെ കുറിച്ച് ചരിത്രം പറയുന്നത്, കൽദരുടെ പട്ടണമായ ഊരിൽ വിഗ്രഹങ്ങളെ ഉണ്ടാക്കി വെച്ച് ഉപജീവനം നടത്തുന്ന ഒരു വലിയ കുടുംബത്തിലെ അംഗമായിരുന്നു അബ്രഹാം. സരസമായി ഇങ്ങനെ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അബ്രഹാം, ആ ജോലിയോട് അബ്രഹാമിന് താല്പര്യം ഉണ്ടായിരുന്നില്ല. പക്ഷേ ഉപജീവനത്തിന്റെ മാർഗം ഓർക്കുമ്പോൾ അവനും ആ പണി ചെയ്തിരുന്നു. ദൈവമക്കളെ, വിഗ്രഹം വിറ്റ് ഉപജീവനം നടത്തി അവൻ പലപ്പോഴും കൊണ്ടുപോകുന്നതിനോട് ചോദിച്ചിട്ടുണ്ടാവും,
എന്റെ കണ്ണുനീർ കാണാൻ കണ്ണില്ലല്ലോ, എന്റെ ഹൃദയഭാരം കാണാൻ കണ്ണില്ലല്ലോ. അത് ആ ചോദിച്ച ചോദ്യത്തിനൊന്നും മറുപടി കിട്ടിയില്ല. ഒടുവിൽ നിങ്ങൾ കേട്ടോ, യഹോവയായ ദൈവം വിഗ്രഹം വിറ്റ് നടന്ന അബ്രഹാമിന്റെ പക്ഷത്ത് നിന്നില്ലായിരുന്നു എങ്കിൽ വിശ്വാസികൾക്കൊരു പിതാവ് ഉണ്ടാകുമായിരുന്നില്ല. ആ അബ്രഹാമിന്റെ പക്ഷത്ത് വലിയവനായ ദൈവം നിന്നില്ലായിരുന്നുവെങ്കിൽ ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ജാതി ഉണ്ടാകുമായിരുന്നില്ല. ദൈവമക്കളെ, ദൈവത്തിന്റെ സ്നേഹിതനെന്ന് വിളിക്കപ്പെടുമാറ് ഉയർന്ന പദവിയിലേക്ക് അബ്രഹാം ഉയർത്തപ്പെട്ടത് യഹോവ അവന്റെ പക്ഷത്ത് നിന്നത് കൊണ്ടാണ്. സ്തോത്രം പറയാമോ? അബ്രഹാമിന്റെ പക്ഷത്ത് യഹോവ നിന്നതുകൊണ്ട് അവന്റെ തൊഴിൽ മാറി, അവന്റെ പേര് മാറി, അവന്റെ കുടുംബം മാറി, അവന്റെ വീട് മാറി, അവന്റെ ദേശം മാറി, അവന്റെ ചാർച്ചക്കാർ മാറി, ഉറ്റവർ മാറി, ഉടയവർ മാറി. അബ്രഹാമിനെ വലിയൊരു ജാതിയാക്കി. പ്രൈസ് ദി ലോർഡ്. ദൈവത്തിന് സ്തോത്രം. ദൈവമക്കളെ, യഹോവയായ ദൈവം പക്ഷത്ത് നിന്നതുകൊണ്ട് അബ്രഹാമിനെ ദൈവം വലിയവനാക്കി. ഞാൻ വേഗം പറഞ്ഞ് മുൻപോട്ട് കടന്നു പോകട്ടെ ദൈവമക്കളെ. പിന്നീട് എന്റെ മനസ്സിൽ വന്നത് മോശയെ കുറിച്ചാണ്. ഉൽപ്പത്തി പുസ്തകം 12:1 മുതൽ 4 വരെയുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ അബ്രഹാമിനെ പരിചയപ്പെടാം. യഹോവ അവന്റെ പക്ഷത്ത് പരിചയായും പലകയായും കൂടെ നിന്ന് അവന്റെ ശൂന്യതകളിലെല്ലാം മറുപടി കൊടുത്തു. അവന് പ്രത്യുൽപാദന ശേഷി ഉണ്ടായിരുന്നില്ല, അവർക്ക് മക്കളില്ലായിരുന്നു. എല്ലാം കൊടുത്തു, എല്ലാം എല്ലാം എല്ലാം. പിറകെ ഇറങ്ങുമ്പോൾ, കൂടെ ഇറങ്ങുമ്പോൾ ഒന്നും കയ്യിലില്ലെങ്കിലും, ഒന്നും കൂടെ ഇല്ലെങ്കിലും, ആരും കൂടെ ഇല്ലെങ്കിലും, ഒന്നും കരുതാൻ കഴിഞ്ഞില്ലെങ്കിലും വിളിച്ചിറക്കുന്ന ദൈവം ജീവിതാന്ത്യം വരെ കൂടെ ഉണ്ടെങ്കിൽ അവൻ നമ്മെ വലിയൊരു ജാതിയാക്കും എന്ന് പറഞ്ഞാൽ അതിന് എനിക്ക് ലഭിച്ച ആത്മീക സന്ദേശം ഇതാണ്: യഹോവ പക്ഷത്തുണ്ടെങ്കിൽ ധാരാളം ആത്മീക മക്കളെ വലിയവനായ കർത്താവ് തരും. പ്രൈസ് ദി ലോർഡ്. അത് വിശ്വസിച്ച് വേണം ഈ ലോകത്ത് കർത്താവിന്റെ വേല ചെയ്യാൻ. രണ്ടാമത്തെ ആൾ മോശ. പുറപ്പാട് പുസ്തകം 2-ാം അധ്യായം 6-ാം വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ കാണാം. സംഭവങ്ങൾ നിങ്ങൾ പിന്നാലെ വായിച്ചു കേട്ടോളൂ. ഞാൻ റഫറൻസിന് വേണ്ടി ഒരു വാക്യം പറഞ്ഞെന്ന് മാത്രമേ ഉള്ളൂ. 1, 2, 3 വാക്യങ്ങളിലെല്ലാം മോശയുടെ പക്ഷത്തേക്ക് ദൈവം ആകാശം ചായ്ച്ചിറങ്ങി വന്ന ഒരു സംഭവം 3-ാം അധ്യായത്തിൽ കാണാം. പ്രിയ ദൈവമക്കളെ, അമ്മ ഗർഭം ധരിച്ച കാലം മുതൽ മോശയുടെ മേൽ വാൾ വീണതാണ്. കുട്ടിയാണെങ്കിൽ അവനെ കൊന്നുകളയണമെന്നുള്ള ഫറവോന്റെ പ്രമാണം നിലനിൽക്കെ ഗർഭസ്ഥ ശിശുവിനെ ഗർഭപാത്രത്തിൽ യഹോവയായ ദൈവം പക്ഷം നിന്ന് സൂക്ഷിച്ചു, പക്ഷം നിന്ന് സൂക്ഷിച്ചു. മാസം തികഞ്ഞു, പ്രസവിച്ചു. സൂതികർമ്മികൾക്ക് അവരോട് കരുണ തോന്നി. അതുകൊണ്ട് കുഞ്ഞ് ആൺകുട്ടിയെന്നും സൗന്ദര്യമുള്ളവനെന്ന് പറഞ്ഞപ്പോൾ അവർക്കതിനെ കൊല്ലാൻ തോന്നിയില്ല. കേട്ടെ, അവർക്കതിനെ കൊല്ലാൻ തോന്നിയില്ല. അവരതിനെ തുണിക്കകത്തൊക്കെ പൊതിഞ്ഞു കെട്ടി, തുണിക്കകത്ത് പൊതിഞ്ഞു കെട്ടി. മോശയെ ഞാങ്ങണ കൊണ്ടൊരു പെട്ടി ഉണ്ടാക്കി അതിനകത്തേക്ക് ഒഴുക്കി കളഞ്ഞു. നമ്മൾ വിശുദ്ധ നാട് സന്ദർശിക്കാനായിട്ട് പോയപ്പോ ഈ മോശയെ ഒഴുക്കി കളഞ്ഞ സ്ഥലം, അവിടെ ഒരു ഏക്കർ, ഏതാണ്ട് 2-3 ഏക്കർ സ്ഥലം നൈൽ നദിയുടെ മധ്യഭാഗത്തായിട്ട് ക്രമീകരിച്ചിട്ടുണ്ട്. നമുക്കത് കാണാം. അവർ നന്നായി ചിത്രീകരിച്ചിരിക്കുകയാണ്. ലൈവാണ് കാര്യങ്ങൾ. അത് നമുക്ക് ബോട്ടിൽ നടന്ന് ഇങ്ങനെ കാണാം. കാണുമ്പോൾ കാണാം ഒരു മിശ്രീമ ഈ ശിശു, ഈ പെട്ടിക്കകത്ത് ഇരിക്കുന്ന ശിശു വെള്ളത്തിലൂടെ ഒഴുകി വരുമ്പോൾ കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങി വരുന്ന ഒരു പെണ്ണുണ്ട്. അവൾ ഇറങ്ങി വന്ന് വെള്ളത്തിലേക്ക് ഇറങ്ങി അങ്ങനെ നിൽക്കുമ്പോഴാണ് ഈ മോശ എന്ന് പറഞ്ഞ കുഞ്ഞിനെ ആക്കി വെച്ചിട്ടുള്ള പെട്ടി ഒഴുകി വരുന്നു. അവൾ കാണുന്നു, അതിനെ കയ്യിലെടുക്കുന്നു. അതിന് ഇവിടെ പറഞ്ഞിരിക്കുന്ന ഒരു വാക്യം 2-ാം വാക്യത്തിൽ അവൾക്ക് അവനോട്
മനസ്സലിവ് തോന്നി. മിസ്രയീമ്യ കൊട്ടാരത്തിലെ ഫറവോന്റെ പുത്രിക്ക് അവനോട് മനസ്സലിവ് തോന്നി. യഹോവ പക്ഷത്തുണ്ടെങ്കിൽ ആരും മനസ്സലിവ് കാണിക്കാത്ത സമയത്ത് ദൈവം ചിലരെ നിനക്ക് വേണ്ടി ആക്കി വെക്കും. ശരിയാണെങ്കിൽ നിങ്ങൾ സ്തോത്രം പറഞ്ഞിരിക്കണം. ആരും സഹായിക്കാനില്ലാത്തപ്പോൾ സഹായിച്ചു വെക്കും. ഞാന് എൻ്റെ പിതാവിന്റെ കാല് മുറിച്ച കാലം 21 വയസ്സ്, അപ്പച്ചന് 21 വയസ്സ്. അന്ന് അനസ്തീഷയില്ല. ഒരു കസേരയിൽ ഇരുത്തി ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി ചികിത്സിക്കാൻ പണമൊന്നുമില്ലാത്ത കാലം. അധികം കാശ് വേണ്ട. മൂവാറ്റുപുഴ താലൂക്ക് ആശുപത്രിയിലാണ് കൊണ്ടുപോയത്. കാല് മുഴുവൻ പഴുത്ത് വ്രണം വെച്ച് അതിന്റെ മുട്ട്, അതിന്റെ ലെഗ്മെന്റ് എല്ലാം അകന്നു പോയി. ഡോക്ടർ കണ്ട വഴി പറഞ്ഞു മുറിക്കണം. മുറിച്ചു. അനസ്തീഷ്യ കൂടാതെ കാല് മുറിച്ചു മാറ്റി. മുറിവ് ഏകദേശം ഉണങ്ങി തുടങ്ങിയപ്പോൾ വിട്ടു. പക്ഷെ അവരുപയോഗിച്ച ചില മരുന്നിന് പൈസ കൊടുക്കണം. കാശ് കൊടുക്കാനില്ല. 25 രൂപ മതി അന്നത്തേക്ക്. 25 രൂപ മതി. 25 രൂപ കൊടുത്താൽ ഡിസ്ചാർജ് ആയി വീട്ടിൽ പോരാ. പക്ഷെ എവിടെന്നാ? ഞങ്ങളുടെ വീട്ടിലോ ഞങ്ങളുടെ കുലത്തിലോ ആരുടെയും കയ്യിൽ 25 രൂപ അന്ന് എടുക്കാനില്ല. കാലണയും മുക്കാലണയും ഉള്ള കാലമാണ്. ദൈവമക്കളെ, ദൈവം ചിലരോട് കൽപ്പിച്ചാലേ അത്ഭുതങ്ങൾ നടക്കും. അവിടെയുള്ള വലിയ കുഴപ്പമില്ലാത്ത ഒരു മനുഷ്യൻ, അദ്ദേഹം മൂവാറ്റുപുഴ മാർക്കറ്റിലാണെന്നും ഇറച്ചിയും മീനും കിട്ടുള്ളൂ. ഇറച്ചി വാങ്ങിക്കാനായിട്ട് പോയി ബസ്സിൽ കയറി. കുറച്ച് കഴിഞ്ഞപ്പോ അദ്ദേഹം ബസ്സൊന്നും കിട്ടില്ല. ഒത്തിരി നടന്നു വന്ന് ബസ് കയറി അദ്ദേഹം പോയപ്പോ അദ്ദേഹത്തിന്റെ മനസ്സിൽ പറഞ്ഞു, പൈലിമാപ്പിളാന്ന് വിളിക്കണേ, പൈലിമാപ്പിളനെ ഒന്ന് പോയി കാണണം, കാല് മുറിച്ചിരിക്കുകയല്ലേ. അദ്ദേഹം കാണാനായിട്ട് പോയി. എന്നിട്ട് അത് കഴിഞ്ഞിട്ട് ഇറച്ചി വാങ്ങാമെന്ന് വിചാരിച്ചു. ദൈവമക്കളെ, അവിടെ ചെന്ന് എൻ്റെ അപ്പച്ചനെ കണ്ടു കഴിഞ്ഞപ്പോ പൈലിച്ചേട്ടാ വിശേഷം എന്നൊക്കെയാന്ന് ചോദിച്ചു. വിശേഷങ്ങളൊക്കെ പറഞ്ഞു. ഡിസ്ചാർജ് ആയോ എന്ന് ചോദിച്ചു. ഡിസ്ചാർജ് ആക്കി, പക്ഷെ പോയിട്ടില്ല. എന്തെങ്കിലും അതിന്റെ സാമ്പത്തിക കാര്യങ്ങൾ നടക്കും എന്ന് വിശ്വസിക്കുകയാണെന്നൊക്കെ പറഞ്ഞു. ഇതൊക്കെ പറഞ്ഞു കേട്ടപ്പോൾ ആ മനുഷ്യന്റെ കണ്ണ് നിറഞ്ഞു. അദ്ദേഹത്തിന്റെ കയ്യിലുണ്ടായിരുന്ന 25 രൂപ ഉണ്ടായിരുന്നു. അത് കൊടുത്ത് എൻ്റെ അപ്പച്ചനെ ഡിസ്ചാർജ് ചെയ്ത് വീട്ടിൽ കൊണ്ടുവന്ന് പുള്ളി ഇറച്ചി മീനും വാങ്ങിച്ചില്ല. ഞാൻ നിങ്ങളോട് പറയാ, തക്ക സമയത്ത് യഹോവ നമ്മുടെ പക്ഷത്ത് നിന്നാൽ ആരെയെങ്കിലും അവൻ ഉപയോഗിക്കും. യഹോവ എന്റെ പക്ഷത്തുണ്ടെങ്കിൽ നീ ഒഴുകിപ്പോകാൻ അവൻ സമ്മതിക്കില്ല. प्रभु यीशु हमारे पास है तो किसी व्यक्ति का हाथ हमारे सिर पर नहीं आएगा. കർത്താവായ യേശുക്രിസ്തുവിന്റെ കരം നമ്മളോട് കൂടെ ഉണ്ടെങ്കിൽ നമ്മൾ ഒഴുകിപ്പോകില്ല. നിങ്ങൾ ധൈര്യമായി മുൻപോട്ട് പോകൂ, ഒഴുകിപ്പോകില്ല. ഒരു ശക്തിക്കും നമ്മെ തകർക്കാൻ കഴിയില്ല. മോശെ, ആ പെൺകുട്ടിയെ മോശ കൊണ്ടുപോയി. ആ പെൺകുട്ടി മോശയെ കൊണ്ടുപോയി കൊട്ടാരത്തിൽ വളർത്തി. അതുകൊണ്ട് മിസ്രയീമ്യ സംസ്കാരം നന്നായി പഠിച്ചു. ദൈവത്തിന്റെ കാര്യപരിപാടികൾ വളരെ വലുതാണ്. യഹോവ പക്ഷത്തുള്ളത് കൊണ്ട് മിസ്രയീമ്യ കൊട്ടാരത്തിൽ വളർന്നു. യഹോവ പക്ഷത്തുള്ളതുകൊണ്ട് ദൈവം വലിയ കലാകാരനാണ്. അതുകൊണ്ട് ലോകത്ത് ഇന്ന് വരെ സംഭവിക്കാത്ത ഒരു കാര്യം ഒന്ന് മിസ്രയീമ്യ കൊട്ടാരത്തിൽ സംഭവിച്ചു. ഈ സഹോദരിമാർ, ഇവിടെ ഇത്രയും സഹോദരിമാരുണ്ട്. നിങ്ങൾ ആരും ഇതുവരെ കാശിന് മലയൂട്ടിയവരാരും ഇതിനകത്ത് കാണില്ല. എന്നാൽ മോശയുടെ അമ്മ ചെയ്തത്, സ്വന്തം കൊച്ചിന് മുലപ്പാൽ കൊടുത്തിട്ട് ശമ്പളം അതാത് മാസം എണ്ണി വാങ്ങിച്ചു. ഇതുപോലെ യഹോവ പക്ഷത്തുണ്ടെങ്കിലും ശത്രുക്കളുടെ നടുവിൽ മേശയൊരുക്കുന്ന ഒരു ദൈവം നമ്മൾക്കുണ്ട്. തളരില്ല ദൈവമക്കളെ, തകരില്ല. ഇത് ചുമ്മാ വിശ്വാസമല്ല. ഒരുവന്റെ ചങ്ക് പൊട്ടിച്ച് ചോര തന്നിട്ട് സൗജന്യമായി തന്ന വിശ്വാസമാണ്. അതിനെ തകർക്കാൻ ലോകത്തുള്ള ഒരു ശക്തിക്കും സാധ്യമല്ല. മോശ. അടുത്തത് നമ്മൾ പുറപ്പാട് പുസ്തകം 14-ാം അധ്യായം അതിന്റെ 15-21 വാക്യം നിങ്ങൾ വായിച്ചു നോക്കിക്കൊള്ളണം. 14-ാം അധ്യായം മുഴുവനും ഒരു ജനത്തിന്റെ സംഭവമാണ്. ദൈവത്തിന്റെ ജനമായ ഇസ്രായേൽ, യഹോവയായ ദൈവം അവരുടെ പക്ഷത്ത് ഉണ്ടായിരുന്നു എന്നുള്ളത് കൊണ്ട് യഹോവയായ ദൈവം ദൈവജനത്തിന്റെ പക്ഷത്ത്, അത് പറയണ്ട,
മിസ്രയീമിലെ കൊട്ടാരത്തിൽ നിന്ന് എല്ലാവിധ പരിശീലനവും സിദ്ധിച്ച് പുറത്തിറങ്ങി വെയിൽ കൊള്ളാൻ ഇറങ്ങിയ മോശയെ യിത്രോവിന്റെ ആട് നോക്കി നടക്കവേ പർവ്വതത്തിൽ നിന്നൊരു വിളിയും ഒരു തീജ്വാലയും കണ്ടു. അവൻ കണ്ണുയർത്തി നോക്കുമ്പോൾ ജീവിതത്തിൽ കാണാത്ത ഒരു കാഴ്ച. യഹോവയെ കണ്ടുമുട്ടുന്നത്, നമ്മൾ പലപ്പോഴും ദൈവത്തെ കണ്ടുമുട്ടുന്നത് ഇന്ന് വരെ കണ്ടിട്ടില്ലാത്ത ചില കാഴ്ചകൾ നമ്മുടെ കണ്ണിന്റെ മുമ്പിൽ കാണുമ്പോൾ നമ്മുടെ ഹൃദയം തകർന്നു പോകും. ചില സംഭവങ്ങൾ നമുക്ക് യഹോവയെ കാണുവാൻ സഹായിച്ചിട്ടുണ്ട്. ചില അനർത്ഥങ്ങൾ നമുക്ക് ദൈവത്തെ കാണാൻ സഹായിച്ചിട്ടുണ്ട്. ബിസിനസിന്റെ തകർച്ച നമുക്ക് ദൈവത്തെ കാണാൻ സാധിച്ചിട്ടുണ്ട്. പരാജയങ്ങൾ നമുക്ക് ദൈവത്തെ കാണാൻ സഹായിച്ചിട്ടുണ്ട്. ചില മേഖലകളിൽ ഉണ്ടായ തകർച്ചകൾ നമുക്ക് ദൈവത്തെ കണ്ടുമുട്ടാൻ സഹായിച്ചിട്ടുണ്ട്. പ്രിയമുള്ളവരെ, അഗ്നി ജ്വലിക്കുന്ന, കത്തിക്കാളുന്ന, ജ്വലിച്ച് തീരാത്ത ഒരു തീക്കുണ്ടം, ഒരു മുൾപടർപ്പ് മോശയുടെ ജീവിതത്തിൽ ഇന്ന് വരെ അവൻ ഇങ്ങോട്ട് നോക്കി, മോശയുടെ ജീവിതത്തിൽ ഇന്ന് വരെ ആ കാഴ്ച അവൻ കണ്ടിട്ടില്ല. അത് എന്തെന്നറിയാൻ അവൻ കയറി ചെന്നു. അത് എന്തെന്നറിയാൻ വേണ്ടി അവൻ കയറി ചെന്നു. കയറി ചെന്നപ്പോഴേ മുൾപടർപ്പിന്റെ ഉള്ളിൽ നിന്ന് അസാധാരണമായൊരു വിളി. നിങ്ങൾ ആ ഭാവമൊക്കെ എടുത്ത് ധ്യാനിച്ചു നോക്കണം. അസാധാരണമായൊരു വിളി. ആ വിളി ഇങ്ങനെയാണ്: മോശേ, മോശേ. ഒരിക്കലും കേൾക്കാത്തൊരു വോയിസ്, ഒരിക്കലും പരിചയമില്ലാത്തൊരു ശബ്ദം. പ്രൈസ് ദി ലോർഡ്. ചോദിക്കട്ടെ, ഈ കാലം വരെ ലോകത്ത് ജീവിച്ചിട്ട് ഇതുവരെയും കേൾക്കാത്ത ഒരു ദൈവ ശബ്ദം എൻ്റെ ചെവിയിൽ മുഴങ്ങിയെന്ന് വിശ്വസിക്കുന്നവർക്ക് മാത്രം ദൈവത്തെ സ്തോത്രം ചെയ്യാം. ആ ശബ്ദം കേട്ടിട്ട് വേണം അവൻ്റെ പിറകെ നിൽക്കാൻ. മത്തായിയുടെയും യോഹന്നാന്റെയും ചാക്കോച്ചന്റെയും ശബ്ദം കേട്ടിട്ടല്ല, കർത്താവായ യേശുക്രിസ്തുവിന്റെ ഇമ്പമേറിയ സ്വരം, എന്നെ വിളിക്കുന്ന ഇമ്പനാദം കേട്ടിട്ട് വേണം അവന്റെ പിറകെ നിൽക്കാൻ. പ്രൈസ് ദി ലോർഡ്. അങ്ങനെ കൂടെ കൂടിയാൽ, യഹോവയായ ദൈവം പക്ഷത്ത് നിന്നാൽ 6 ലക്ഷം, നമുക്കിവിടെ 10 പേരെ നടത്താൻ പറ്റണില്ല. ദൈവമക്കളെ, ഒരു ചെറിയ കൂട്ടായ്മ നടത്തിക്കൊണ്ടു പോകണതിന്റെ വിഷമം കൂട്ടായ്മ നടത്തുന്നവർക്ക് അറിയാവൂ. ആ സ്ഥാനത്തെ 25 ലക്ഷം പേരെ, ഇങ്ങോട്ട് നോക്കി, 25 ലക്ഷം പേരെ വലിയവനായ ദൈവം ആ സ്ഥാനത്ത് 25 ലക്ഷം പേരെ. അത് നേരെ ചോദിന് വർത്താനം പറഞ്ഞ ആളാണോ? എന്ന് പറയുന്ന വിക്കനായ മോശ ആ വലിയവനായ വലുതായ സമൂഹത്തെ നടത്തി. അവരൊരു വലിയ പ്രതിസന്ധിയിലായി. പിന്നിൽ ശത്രു, മുന്നിൽ ചെങ്കടൽ, ഇരുവശങ്ങളിലും പർവ്വതങ്ങൾ. എന്തോ ചെയ്യും? യഹോവ പക്ഷത്തുണ്ടായിരുന്നത് കൊണ്ട് മുൻപിലെ ചെങ്കടൽ മാറി. യഹോവ പക്ഷത്ത് നിന്നത് കൊണ്ട് ചെങ്കടൽ മാറി. ആ അധ്യായം നിങ്ങൾ വായിക്കുമ്പോൾ കാണാം, തൂവർ നിലമായി അതിലൂടെ ദൈവം നടത്തി. പ്രൈസ് ദി ലോർഡ്. തൂവർ നിലമായി. അവിടെ ആ തൂവർ നിലമായതിനെ കുറിച്ച് ഒരു ഭക്തൻ എഴുതിയത് ഇങ്ങനെയാണ്: എന്തുകൊണ്ടാണ് ആ സ്ഥലം അതുപോലെ ഉണക്കി ദൈവം നടത്തിയതെന്ന് ചോദിച്ചാൽ, അതിനു മുമ്പ് ഇവരുടെ കുലത്തൊഴിൽ പോലെയായി മിസ്രയീമില് കലത്തിന് കളിമണ്ണ് കൊണ്ട് കലമുണ്ടാക്കുന്ന പണിയാണ് ഇവരുടെ തനിത്തൊഴിൽ. അപ്പൊ ഈ ചെങ്കടലിന്റെ അടിത്തട്ടിലെല്ലാം ഈ കളിമണ്ണുണ്ട് ധാരാളം. അത് എങ്ങാനും ഇവരെ കടലിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ, ചില ബിരുദന്മാർ അവിടെ ഇരുന്നു കൊണ്ട് കളിമണ്ണ് കണ്ടാൽ അപ്പ പണി തുടങ്ങും. വിളിച്ച ദൈവത്തെ മറക്കും, കൊണ്ടുവന്ന കഥകൾ മറക്കും. 40 കൊല്ലം, ഏറെ വർഷക്കാലം മരുഭൂമിയിലൂടെ കർത്താവ് അവരെ നടത്തിയതല്ലേ. മരുഭൂമി കണ്ട് മടുത്തപ്പോഴാണ് പണ്ടത്തെ പണി ചെയ്യുന്ന അല്പം കളിമണ്ണ് കാണുന്നത്. പക്ഷെ ദൈവമക്കളെ, ദൈവം അവരെ ഉണങ്ങിയ കളിമണ്ണിലൂടെ അക്കരെ കടത്തി. ഭാഗ്യം. ദൈവം സർവശക്തനാണ്. ആ ദൈവം എന്റെയും ദൈവമാണ്. ആ ദൈവം നമ്മുടെ ദൈവമാണ്. അതുകൊണ്ട് കളിമണ്ണിൽ നമ്മൾ കടന്നു പോകേണ്ട പ്രതിസന്ധികൾ
വഴിമാറിപ്പോകും യഹോവ നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ. 124 അധ്യായം നിങ്ങൾ സവിസ്തരം വായിക്കുമ്പോൾ, അതിന്റെ താഴോട്ട് വായിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് കാണാം അവിടെ 2 പദപ്രയോഗങ്ങൾ ഉണ്ട്. അതിങ്ങനെയാണ്. 6-ാം വാക്യത്തില് നമ്മെ എന്നൊരു വാക്കും അവരുടെ എന്നൊരു വാക്കുമുണ്ട്. ആ സ്ഥാനത്ത് നമുക്ക് നമ്മെ എന്നുള്ള സ്ഥാനത്ത് ആട് എന്നും അവരുടെ എന്നുള്ള സ്ഥാനത്ത് ചെന്നായ്ക്കളെന്നോ സിംഹക്കുട്ടികളെന്നോ വെച്ച് നിങ്ങളത് വായിച്ചു നോക്കിയാൽ കാണാം, അവരുടെ പല്ലുകൾക്കിടയിൽ നിന്ന് യഹോവ എന്റെ പക്ഷത്തുണ്ടായിരുന്നത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ടു പോന്നു. അപകടങ്ങളും അനർത്ഥങ്ങളും ധാരാളം കണ്ട ദൈവമക്കൾ ഇതിനകത്തുണ്ട്. ഇനി ജീവിക്കില്ല എന്ന് വിധി പെട്ടവർ ഇതിനകത്തിരിപ്പുണ്ട്. എന്നാൽ ദൈവമക്കളെ, സകല തകർച്ചയുടെയും നടുവിൽ നിന്ന് യഹോവ നമ്മുടെ പക്ഷത്ത് നിന്നതുകൊണ്ടാണ് ഇന്നിവിടെ വേദപുസ്തകവുമായി കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നത്. ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം. ഹല്ലേലൂയ. പ്രിയമുള്ളവർ, ഇതിനകത്ത് പ്രിയപ്പെട്ട വളരെ പ്രായമുള്ള ഏലിയാസ് പാസ്റ്റർ ഇതിനകത്തിരിപ്പുണ്ട്. ഞാൻ നിക്കറിട്ട് നടക്കുന്ന കാലത്ത് എൻ്റെ ചേട്ടൻ്റെ കൂടെ അവിടെ ധാരാളം ബൈബിൾ ക്ലാസ്സിന് പോയിട്ടുണ്ട്. ആ മനുഷ്യൻ അന്നും സുവിശേഷകനാണ്. ഇന്ന് ഞാൻ നിക്കറിട്ട് നടക്കുന്ന കാലമാണ്. ചേട്ടൻ്റെ സൈക്കിളിന്റെ പുറകിലിരുന്ന് അവിടെ പോയി ബൈബിൾ പഠിച്ച് ഞാൻ ഓർക്കുന്നു. എന്നെ ഒത്തിരി സ്നേഹിക്കുന്ന ആ കർത്താവിന്റെ ദാസൻ ഇവിടെ വന്നിരിപ്പുണ്ട്. പ്രായം എത്രയായി, വർഷങ്ങൾ എത്രയായി. ഇന്നും അദ്ദേഹത്തിന്റെ കയ്യിൽ മൈക്ക് കൊടുത്താൽ അധികാരത്തോടെ നിൽക്കും. കഴിഞ്ഞ ദിവസം വന്നിരുന്നു, സംസാരിച്ചിരുന്നു. ദൈവമക്കളെ, അധികാരത്തോടെ പറയും, ഈ യഹോവ എന്റെ പക്ഷത്തുണ്ടായിരുന്നത് കൊണ്ട് ഇന്ന് വരെ നിന്നു. വിശ്വസിക്കുന്നവർക്ക് കരമുയർത്തി അവനെ സ്തോത്രം ചെയ്യാം. എന്റെ ദൈവം എന്റെ പക്ഷത്തുണ്ടായിരുന്നത് കൊണ്ടാണ് ഈ ഒരു അത്ഭുതം ജീവിതത്തിൽ നടന്നത്. അങ്ങനെ മോശയുടെ ജനമായ ദൈവജനം അവരെ മരുഭൂമിയിൽ നിന്ന് അവർക്ക് മുൻപിലുണ്ടായ എല്ലാ പ്രതിസന്ധികളിലും അഗ്നിസർപ്പത്തിന്റെ കടിയേറ്റപ്പോൾ, തോട്ടിലെ വെള്ളം വറ്റിയപ്പോ, ദാഹം കൊണ്ട് പൊരിഞ്ഞപ്പോ, വിശപ്പ് കൊണ്ട് വലഞ്ഞപ്പോൾ, അപ്പൻ മക്കളെ എന്ന പോലെ, അമ്മ മക്കളെ എന്ന പോലെ അവരെ നടത്തിയത് യഹോവ അവരുടെ പക്ഷത്ത് ഉണ്ടായിരുന്നത് കൊണ്ടാണ്. ദൈവത്തിന് സ്തോത്രം. ഞാൻ 4-ാമത്തെ കാര്യത്തിലേക്ക് വരാം. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 19-ാമത്തെ അധ്യായം 4-ാമത്തെ വാക്യം ഇങ്ങനെ നമ്മെ പഠിപ്പിക്കുന്നു. അത് പ്രവാചകന്മാരിൽ അറിയപ്പെടുന്ന പ്രവാചകനും ശുശ്രൂഷക്കാരിൽ അറിയപ്പെടുന്ന ശുശ്രൂഷക്കാരനും, പിന്നെ കഠിനാധ്വാനികളിൽ അറിയപ്പെടുന്ന കഠിനാധ്വാനിയും, വലിയ അത്ഭുതങ്ങൾ ചെയ്യുകയും ചെയ്തിട്ടുള്ള ഒറ്റപ്പെട്ട ഒരു വേലക്കാരൻ. അദ്ദേഹത്തിന്റെ പേരാണ് ഏലിയാവ്. രാജാക്കന്മാരുടെ 1-ാം പുസ്തകം 17, 18, 19 അധ്യായം ഞാൻ ഏറ്റവും കൂടുതൽ വായിച്ചിട്ടുള്ള ചില അധ്യായങ്ങളിൽ 3 17, 18, 19. 17 വായിച്ചാൽ 18 വായിക്കാതിരിക്കാൻ പറ്റില്ല. 18 വായിച്ചാൽ 19 വായിച്ചേ പറ്റൂ. ദൈവമക്കളെ, കാരണം എന്താണെന്നറിയാമോ? യഹോവ പക്ഷത്തില്ലായിരുന്നെങ്കിൽ ഇസബേലിന്റെ വാക്ക് കേട്ട് ഏലിയാവ് ചൂരച്ചെറു തണലിൽ കിടന്ന് അവൻ അയ്യം വിളിച്ച് ആത്മഹത്യ ചെയ്യുമായിരുന്നു. യഹോവ പക്ഷത്തുണ്ടായിരുന്നത് കൊണ്ട് ആ പൃഥ്വിനെ ദൈവം കനലിന്മേൽ ചുട്ടി അടയും. ഒരു തുരുത്തി വെള്ളവും അപ്പനെ പോലെ കൊണ്ടുപോയി തലയ്ക്കൽ വെച്ച് മുട്ടി എഴുന്നേൽപ്പിച്ച് അവന് ആവോളം കൊടുത്തിട്ട് പറഞ്ഞു, 70 കിലോമീറ്ററോളം മൈലോളം ദൂരെയുള്ള ഹോറേബിലേക്ക് നീ ഓടണം. നിന്നെ കൊണ്ട് എനിക്ക് ഒത്തിരി കാര്യങ്ങൾ ചെയ്യിപ്പിക്കാനായിട്ടുണ്ട്. ദൈവമക്കളെ, തളർന്നു പോകുമ്പോൾ യഹോവ നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ തളർന്നു പോകുമ്പോൾ, എലിയാവിന്റെ കാര്യം ചിന്തിക്കുമ്പോൾ, മതി എന്ന് പറയുന്ന ഒരു നാൾ, മടുത്തു എന്ന് പറയുന്ന കാലം, വയ്യ എന്ന് പറയുന്ന കാലം, ഇനി മുൻപോട്ട് പോകാൻ സാധിക്കില്ല എന്ന് പറയുന്ന കാലം, നമ്മൾ കീഴോട്ട് നോക്കും. എന്നാ ചെയ്യാ?
എന്തു ചെയ്യും? എങ്ങനെ? ഞാൻ ആ സന്ദിഗ്ധ ഘട്ടത്തിൽ പെട്ടയാളാണ്. ആ സമയത്ത് ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട് ഇതിനു മുമ്പ്, ആ സമയത്ത് എനിക്ക് വിഷം വാങ്ങാൻ തോന്നി. ഞാൻ വിഷം വാങ്ങിച്ചു. തളർന്നു, സപ്തനാഡികൾ തളർന്നു. മരിക്കാനിരിക്കുന്ന ദിവസം, പ്ലാൻ ചെയ്ത ദിവസം, കലണ്ടറിൽ മാർക്ക് ചെയ്ത ദിവസം, രാവിലെ എഴുന്നേൽക്കുമ്പോൾ മുതൽ കിഴുവയറിൽ നിന്ന് മുതൽ ആന്തലാണ്, ഇന്ന് ഞാൻ മരിക്കും, ഞാൻ മരിക്കും. പിന്നെ അതിൻ്റെ അപ്പുറം ഒന്നുമില്ല. ഭാവി ഇല്ല, ആരും ഇല്ല. ഉച്ചയ്ക്ക് അമ്മയുടെ കയ്യിൽ നിന്ന് ആഹാരം വാങ്ങിച്ചു കുടിക്കുമ്പോഴും ഒന്നും ഉള്ളിലില്ല, ശൂന്യത മാത്രം. മരിക്കണം, മരിക്കണം. ദൈവമക്കളെ, ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ആരെങ്കിലും ജീവിതത്തിൽ തളരുമ്പോൾ കർത്താവ് പക്ഷത്തുണ്ടെങ്കിൽ അവൻ സമ്മതിക്കില്ല. പൊത്തനിക്കാട് ഒരു വീടുണ്ട്. ഞങ്ങൾ വീട് കയറി നടന്ന് ട്രാക്ടർ കൊടുത്തുകൊണ്ടിരിക്കുക. ഞങ്ങൾക്ക് തന്നിരിക്കുന്ന നിർദ്ദേശം അനുസരിച്ച് അടച്ചിട്ട വീട്ടിൽ 3 പ്രാവശ്യം വിളിക്കണം. 3 പ്രാവശ്യം വിളി കേട്ടില്ലെങ്കിൽ കയ്യിലുള്ള ട്രാക്ടർ ഏതെങ്കിലും ഗ്യാപ്പിക്കടെ തള്ളിയിട്ടേക്കണം. ഇതാണ് നിർദ്ദേശം. അങ്ങനെ ചാത്തമറ്റം പള്ളിയിൽ ചെന്ന് കുർബാനയ്ക്ക് കൂടി ഞങ്ങൾ 5 പേര് ചേർന്ന് വിസിറ്റിങ്ങിന് പോയി ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ ഞങ്ങൾ മുട്ടി വിളിച്ചു. അവിടെ ആരുമില്ല. മുട്ടി തട്ടി 3 പ്രാവശ്യം വിളിച്ചിട്ടും ആരുടെ ശബ്ദം കേട്ടില്ല. പക്ഷെ ഞങ്ങൾ ഒന്ന് ശ്രദ്ധിച്ചപ്പോ ഒരു ഞെരുക്കം. നിന്നു. ഞാനുണ്ട്, മത്തായിച്ചേട്ടനുണ്ട്. ഞങ്ങൾ നിന്നു. മത്തായിച്ചേട്ടൻ പറഞ്ഞു, എടാ ആ ട്രാക്ടർ പറഞ്ഞ വാതിലിന്റെ അടിയിടെ ഇട്ടേക്കാൻ പറഞ്ഞു. ഞാൻ ആ വാതിലിന്റെ അടിയിടെ ഞാനൊരു ട്രാക്ട് ഇട്ടു. ആ ട്രാക്ട് ഇട്ടപ്പോഴേ കഴുത്തേൽ കയറിട്ട പെണ്ണ് ഇറങ്ങി വന്നു. അവൾ ഇറങ്ങി വന്നേച്ച് വാതിൽ തുറന്നേച്ച് ഞങ്ങളോട് ചാവാനും സമ്മതിക്കില്ലോ എന്ന് പറഞ്ഞു. അത് 3-ാം പ്രാവശ്യം കയറിയതാ. ആദ്യത്തെ പ്രാവശ്യം കയറി ആരാണ്ട് വന്ന് വിളിച്ചു. 2-ാം പ്രാവശ്യം കയറി വീണ്ടും ആരാണ്ട് വന്ന് വിളിച്ചു. 3-ാം പ്രാവശ്യം വന്നപ്പോ അപ്പൊ അതെന്നാ ചേച്ചി അങ്ങനെ പറഞ്ഞെന്ന് ചോദിച്ചപ്പോ അവര് കഥകളെല്ലാം പറഞ്ഞു. ഇന്ന് അവരും അവരുടെ കുടുംബവും അനുഗ്രഹിക്കപ്പെട്ടു. ഒരു ട്രാക്ട് അടിയിൽ നിന്ന് ചെന്നപ്പോൾ ദേഷ്യപ്പെട്ട് ഇറങ്ങി വന്നതാണ്. ദൈവം ചില ജീവിതങ്ങളെ വിടൂല്ല. മരിക്കണമെന്ന് ആഗ്രഹിച്ചാൽ പോലും മരിക്കാൻ സമ്മതിക്കില്ല. അതിന്റെ നടുവിൽ നിന്ന് പൊക്കിയെടുത്ത് നിന്നെ കൊണ്ടു നടക്കുന്ന ഒരു സർവശക്തനുണ്ട്. അന്ന് ഞാൻ വിഷമടിച്ച് മരിച്ചിരുന്നെങ്കിൽ ഇന്ന് 5600-ലധികം വിശ്വാസികളെ ഭാരതത്തിന്റെ മണ്ണിൽ കണ്ട് സന്തോഷിക്കാൻ സാധിക്കുമായിരുന്നില്ല. ദൈവമക്കളെ, ഈ ആലയങ്ങൾ കണ്ട് സ്തോത്രം ചെയ്യാൻ ദൈവം ജീവിതത്തിന് അർത്ഥവും അഡ്രസ്സും തലവും വിശ്വാസവും കൂട്ടുകാരെയും തന്ന് ദൈവം ഇത്രത്തോളം നിർത്തി. യഹോവ പക്ഷത്തുണ്ടായിരുന്നത് കൊണ്ട് അടിച്ചേർത്ത് വെട്ടിയിട്ടും കരിഞ്ഞു പോയില്ല. പക്ഷം ചേർന്ന് വെട്ടിയിട്ടും വലിയവനായ ദൈവം ശക്തമായി നിന്നു. ഞാൻ പറയട്ടെ ദൈവമക്കളെ, ഇന്ന് രാത്രി എന്റെ അനുഭവത്തിൽ ഞാൻ നിങ്ങളോട് പറയാം, ദൈവം നമ്മുടെ പക്ഷത്തുണ്ടെങ്കിൽ മടുത്തു എന്ന് പറയുന്ന സമയം അപ്പ എന്ന് വിളിച്ചാൽ ഹൈ സ്വർഗം നോക്കിയേ, സ്വർഗം ചാഞ്ഞിറങ്ങി വരുന്ന ആ യേശുവിനെ ആസ്വദിച്ച എല്ലാ ദൈവമക്കൾക്കും അവനെ സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ. ആ അപ്പൻ ഞാൻ തളരുമ്പോൾ വിടില്ല. ഞാൻ ക്ഷീണിക്കുമ്പോൾ ഏലിയാവേ നീ എന്തുകൊണ്ട് യേഹൂവിനെ അഭിഷേകം ചെയ്തു? നീ എന്തുകൊണ്ട് എലീശായെ അഭിഷേകം ചെയ്തു? നീ എന്തുകൊണ്ട് രഥങ്ങളിൽ എടുക്കപ്പെട്ടു എന്ന് ചോദിച്ചാൽ യഹോവ അവന്റെ പക്ഷത്തുണ്ടായിരുന്നത് കൊണ്ട് ആഹാബിനോ ഇസബേലിനോ അവന്റെ രോമത്തെ തൊടാൻ പറ്റിയില്ല. യഹോവയായി ദൈവം അവന്റെ പക്ഷത്തുണ്ടായിരുന്നത് കൊണ്ട് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. പ്രിയ ദൈവമക്കളെ, നമ്മൾ ഓർക്കണം, നിശ്ചയമായും നമ്മളെ പരിപാലിക്കുന്ന, നമ്മളെ ചേർത്ത് നിർത്തിയ ഏലിയാവിന്റെ ദൈവം
നമ്മുടെയും ദൈവമാണ്. എലിയാവിന്റെ ദൈവം നമ്മുടെ ദൈവമാണ്. മനുഷ്യർ എതിരാളികളാകുമ്പോൾ, എല്ലാവരും എതിരായി നിന്നപ്പോൾ ഏലിയാവ് ഒറ്റയ്ക്ക് കർമ്മേലിന്റെ മുകളിൽ നിന്നു. യഹോവ അവന്റെ പക്ഷത്തുണ്ടായിരുന്നത് കൊണ്ട്. ദാവീദ് ഗോലിയാത്തിന്റെ മുൻപിൽ യഹോവ അവന്റെ പക്ഷത്തുണ്ടായിരുന്നത് കൊണ്ട്. അപ്പോസ്തലനായ പത്രോസ്, ഹെരോദാവ് അവനെ തുറുങ്കലിൽ അടച്ചു, പക്ഷെ കർത്താവ് അവന്റെ പക്ഷത്തുണ്ടായിരുന്നത് കൊണ്ട് ഒന്നാം കാവലും രണ്ടാം കാവലും കടന്ന് അവന് വേണ്ടി ജാഗരണ പ്രാർത്ഥന നടത്തുന്ന കൂട്ടത്തിൽ അവൻ പ്രത്യക്ഷനായി. അപ്പോസ്തല പ്രവൃത്തികൾ 16 വരുമ്പോൾ പൗലോസും ശീലാസും ജയിലറയ്ക്കകത്തകപ്പെട്ടു, കാരാഗ്രഹത്തിന്റെ അകത്തടയ്ക്കപ്പെട്ടു. കർത്താവായ യേശുക്രിസ്തു വലങ്കൈ കൊടുത്തവൻ കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് കാലിലെയും കയ്യിലെയും ആമങ്ങൾ അഴിഞ്ഞു, കാരാഗ്രഹം കുലുങ്ങി, കാരാഗ്രഹ പ്രമാണി തളർന്നു. അവർ കാരാഗ്രഹത്തിന് പുറത്തു വന്നു, ഒരു കുടുംബം രക്ഷപ്പെട്ടു. പ്രൈസ് ദി ലോർഡ്. യഹോവ പക്ഷത്തുണ്ടെങ്കിൽ ഒരു ശക്തിക്കും ബന്ധിക്കാൻ കഴിയില്ല. ഭയരഹിതമായി മുൻപോട്ട് പോകണം. ഇന്ന് ഇവിടുന്ന് മടങ്ങിപ്പോകുമ്പോൾ, ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുമ്പോൾ എൻ്റെ ഉള്ളിലെ ആശ, നിങ്ങൾ ധൈര്യത്തോടെ പോകണം. ആരുടെയും മുൻപിൽ മോങ്ങണ്ട, ആരുടെയും മുമ്പിൽ കരയണ്ട, ആരുടെയും മുമ്പിൽ തളരണ്ട. യേശു കർത്താവിന്റെ മുമ്പിൽ കൈവിരിച്ച് പ്രാർത്ഥിക്കാൻ നിങ്ങൾ തീരുമാനിക്കണം. എൻ്റെ വലങ്കൈക്ക് എൻ്റെ കർത്താവ് പിടിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് പറയണം, എൻ്റെ ഈ കയ്യിൽ എൻ്റെ പരമപിതാവായവൻ, എൻ്റെ പരമരക്ഷകനായവൻ എൻ്റെ വലങ്കയിൽ പിടിച്ചിട്ടുണ്ട്. നിങ്ങൾ ഇടയ്ക്ക് നോക്കണം. ഈ കയ്യിലെ കൈരേഖയല്ല നോക്കേണ്ടത്, കയ്യിൽ പിടിച്ചവനെ നോക്കണം. കൈരേഖ നോക്കി ഭാവിയല്ല നിർണയിക്കേണ്ടത്, കയ്യിലേക്ക് നോക്കി എന്നെ വലങ്കയ്ക്ക് പിടിച്ച ഒരു യേശു അപ്പച്ചനുണ്ട്. തളരാൻ സമ്മതിക്കില്ല, വീഴാൻ സമ്മതിക്കില്ല. യഹോവ എൻ്റെ പക്ഷത്തുള്ളത് കൊണ്ട്. ദൈവമക്കളെ, ഇന്ന് ഞാൻ എന്തായിരിക്കുന്നുവോ അതെൻ്റെ കർത്താവിൻ്റെ പക്ഷത്ത് ഉള്ളത് കൊണ്ട് മാത്രമാണ്. നമുക്കത് വിശ്വസിക്കാം. എൻ്റെ കർത്താവ് എൻ്റെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ പണ്ടേ ഞാൻ അങ്ങലോകം പോകേണ്ടതായിരുന്നു. മരണവക്രങ്ങളെ നമ്മൾ കണ്ടതാണ്. മരിച്ചു പോകേണ്ട സാഹചര്യങ്ങൾ ധാരാളം നമ്മൾ അനുഭവിച്ചതാണ്. ഇനി ഇങ്ങോട്ടില്ല എന്ന് പറഞ്ഞ ധാരാളം രംഗങ്ങൾ കണ്ടതാണ്. എന്നാൽ അതിൻ്റെ എല്ലാം നടുവിൽ നമ്മളെ പോറ്റി പുലർത്തിയൊരു ദൈവമുണ്ട്. എല്ലാവർക്കും ശാന്തമായിട്ട് എഴുന്നേൽക്കാം. ധ്യാനത്തിനായിട്ട് ഒരുങ്ങാം. കണ്ണുകളെ അടയ്ക്കാം. ഈ പന്തലിൽ യേശുവിനെ കാണാൻ സാധിക്കട്ടെ. കണ്ണുകളെ ചേർത്തടയ്ക്കൂ. നിങ്ങൾ കർത്താവിനെ കണ്ടിട്ടേ പോകാവൂ. സ്നേഹം തരേണ്ടവർക്ക് സ്നേഹം തരാൻ കഴിയാതെ പോയേക്കാം. ശരിക്കും വാക്കുകൾ ശ്രദ്ധിക്കണം. നിങ്ങളുടെ നാവ് കൊണ്ട് തന്നെ അത് ഏറ്റേറ്റ് പറയണം. ആർക്കും സഹായിക്കാൻ പറ്റിയെന്ന് വരില്ല. കൂടെ നിൽക്കാൻ കഴിഞ്ഞു എന്ന് വരില്ല. മനുഷ്യന്റെ സഹായം മക്കളെ വ്യർത്ഥമത്രേ. പക്ഷെ ഞാൻ പക്ഷത്തുണ്ടെങ്കിൽ ബുദ്ധി, ജ്ഞാനം, ഓർമ്മ, ദർശനം, കുടുംബം, മക്കൾ, വീട്, സൗകര്യം, സമാധാനം, സന്തോഷം എല്ലാം തരും. എല്ലാം ആവശ്യമുള്ളവർക്കെല്ലാം പ്രാർത്ഥിക്കാം. എനിക്ക് വേണം ആ കൃപയും, എനിക്ക് വേണം ആ സമാധാനവും. ആഗ്രഹിക്കുന്ന എല്ലാ ദൈവമക്കളും പ്രാർത്ഥിക്കണം. കർത്താവേ, നീ എൻ്റെ പക്ഷത്ത് നിൽക്കണമേ. കർത്താവേ, നീ എൻ്റെ പക്ഷത്ത് നിൽക്കണമേ. ചിലപ്പോഴൊക്കെ നിന്നെ വിട്ടിട്ട് ഞാൻ ഒത്തിരി യാത്ര ചെയ്തിട്ടുണ്ട്. ചിലപ്പോഴൊക്കെ നിന്നെ കൂടാതെ ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. ചിലപ്പോഴെല്ലാം നിന്നെ വിട്ട് ഞാൻ യാത്ര ചെയ്തിട്ടുണ്ട്. വിശ്വസിക്കുന്ന എല്ലാ ദൈവമക്കളും
കർത്താവിന്റെ സന്നദ്ധിയിൽ ഏറ്റുപറയാനായിട്ട് എന്തെങ്കിലും ഓർമ്മ വരുന്നുണ്ടെങ്കിൽ ഏറ്റുപറയണം. പാപം നിമിത്തം കർത്താവ് നമ്മളെ വിട്ട് ദൂരെ 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 പോയി. നമ്മൾ ചെയ്ത ചില ചെയ്തികൾ നിമിത്തം കർത്താവ് നമ്മളിൽ നിന്ന് ദൂരെ ദൂരെ പോയി. ഹല്ലേലൂയ. എന്നാൽ ഇന്ന് കൃപയാൽ 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 ഇവിടെ നിൽപ്പാൻ അവൻ എന്നെ അനുവദിച്ചു. അവൻ നമ്മുടെ പക്ഷത്തുണ്ടായിരുന്നത് കൊണ്ട് നൽവഴി കാട്ടി, നല്ല മാർഗത്തിലൂടെ അവൻ എന്നെ നടത്തി. നൽവഴി കാട്ടി അവൻ എന്നെ നടത്തി. നല്ലവനെ, നൽവഴി കാട്ടി, കഴിഞ്ഞ കാലം അത്രയും നീ എന്നെ നടത്തിയല്ലോ. നീ എൻ്റെ ജീവിതത്തോട് ഇടപെട്ടല്ലോ. നീ എന്നെ ശക്തീകരിച്ചല്ലോ. നീ എന്നെ സഹായിച്ചല്ലോ. ദൈവമേ, നിന്നെ ഞങ്ങൾ സ്തുതിക്കുകയാണ്, നിന്നെ ഞങ്ങൾ സ്തോത്രം ചെയ്യുകയാണ്. എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. എല്ലാവരും കേട്ട വചനത്തിന്റെ മുൻപിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നാട്ടെ. പ്രാർത്ഥിക്കണം, നിങ്ങൾ സമർപ്പിക്കണം. നിങ്ങൾ ഇന്ന് നമ്മുടെ ദിവസമാണ്, കർത്താവിനായി സമർപ്പിക്കേണ്ട ദിവസം. വിട്ടുപോയ ബന്ധങ്ങൾ, കയ്യിൽ നിന്ന് പിടിവിട്ടുപോയ ആരെങ്കിലും നിൽപ്പുണ്ടെങ്കിൽ, യേശു കർത്താവിന്റെ കയ്യിൽ നിന്ന് പിടിവിട്ടവർ നിൽപ്പുണ്ടെങ്കിൽ, ഇന്നൊരു സമർപ്പണത്തിന്റെ രാത്രിയാകട്ടെ. യേശു കർത്താവിനായി ജീവിതം വിട്ടുകൊടുക്കാൻ പ്രൈസ് ദി ലോർഡ്. ഇന്ന് മുതൽ, ഹല്ലേലൂയ, ഇന്ന് മുതൽ ഞാൻ എൻ്റെ കർത്താവിനെ അല്പവും കൂടി സ്നേഹിക്കും. എൻ്റെ കൂടെ ഒന്ന് പറയാൻ പറ്റുന്നവരുണ്ടോ? ഇന്ന് മുതൽ ഞാൻ എൻ്റെ കർത്താവിനെ അല്പവും കൂടി അധികം സ്നേഹിക്കും. ഇന്ന് മുതൽ ഞാൻ എൻ്റെ കർത്താവിൻ്റെ വേല കഴിഞ്ഞ കാലങ്ങളെക്കാൾ അധികം ചെയ്യും, അധികം ചെയ്യും. ഇന്ന് മുതൽ ഞാൻ എൻ്റെ കർത്താവിന് വേണ്ടി കുറേ കൂടി സമയം മാറ്റിവെക്കും. എൻ്റെ കൂടെ തീരുമാനങ്ങളിലേക്ക് വരണേ. ഇന്ന് മുതൽ നീ എനിക്ക് തന്നിട്ടുള്ള സകല വരുമാനങ്ങളിലും നിന്റെ വേലയ്ക്കായി ഞാൻ കൂടുതൽ കരുതും. കാരണം ഞാൻ ഇവിടം വരെ എത്തിയത് എൻ്റെ ദൈവത്തിൻ്റെ കൃപയാണ്. എൻ്റെ ദൈവത്തിൻ്റെ കൃപയാണ്, എൻ്റെ ദൈവത്തിൻ്റെ സ്നേഹമാണ് ഇതുവരെ എത്തുവാൻ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രമെന്നേശുവേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. ഒരിക്കൽ കൂടി, കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ ദൈവമേ. ഒരിക്കൽ കൂടി എല്ലാവരും ചേർന്ന് ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എന്നേശുവേ. ദൈവമക്കൾക്ക് വലതുകരം ഉയർത്തി പാടാം. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ ദൈവമേ. ഉറച്ച സ്വരത്തിൽ ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എന്നേശുവേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. കഴിവല്ല നിൻ കൃപയാണേ, ബലമല്ല നിൻ ദയയാണേ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ മാത്രം എൻ ദൈവമേ. ഞങ്ങൾ ഇതുവരെ എത്തുവാൻ നീ
മാത്രം എന്നേശുവേ. നമുക്ക് നമ്മെ സമർപ്പിക്കാം. ഞങ്ങൾ സമ്മതിക്കുന്നു, ഞങ്ങൾ ഇതുവരെ എത്തുവാൻ കഴിവല്ല. എൻ്റെ കുഞ്ഞുങ്ങൾ വിദേശത്ത് പോയതും എൻ്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെട്ടതും എനിക്ക് നിന്റെ വചനം പ്രസംഗിക്കാൻ സാധിച്ചതും നിന്റെ വേലയിൽ നിൽക്കാൻ സാധിച്ചതും കഴിവല്ല, നിന്റെ കൃപയാണ്. ജാൻസി മുൻപോട്ട് വന്ന് ഇവരെ സമർപ്പിച്ച് പ്രാർത്ഥിച്ചാട്ടെ. കഴിവല്ല, എൻ്റെ ദൈവത്തിൻ്റെ കൃപയാണ്. ദൈവം തന്നതാണ്. ഇന്ന് ഞാൻ വന്ന വാഹനം എൻ്റെ കഴിവല്ല, എൻ്റെ ദൈവം എനിക്ക് അവൻ എൻ്റെ പക്ഷത്തുണ്ടായിരുന്നത് കൊണ്ട് കിട്ടിയതാണ്. നേരെ എതിരെ വന്ന ചില വാഹനങ്ങൾ വഴിമാറിപ്പോയി, അതുകൊണ്ടാണ് ഇന്നിവിടെ നിന്നത്. എതിർപ്പെട്ട ധാരാളം അപകടങ്ങൾ, അതെല്ലാം ഞങ്ങൾക്ക് കണ്ണിൽ കൊള്ളേണ്ടത് കണ്ണിൻ്റെ പിരികത്തായി. എൻ്റെ കർത്താവ് എൻ്റെ പക്ഷത്ത് നിന്നത് കൊണ്ടാണ് ഞാനിവിടെ വന്നത്. വീണതാണ്, അപകടങ്ങൾ സംഭവിച്ചതാണ്, രക്ഷപ്പെടാൻ ഒരു സാധ്യതയും ഇല്ലാതിരുന്നതാണ്. പക്ഷെ കൃപയാൽ എൻ്റെ ദൈവം എൻ്റെ പക്ഷത്തുണ്ടായിരുന്നത് കൊണ്ട് ഇന്ന് ഈ ജീവൻ മുറ്റത്ത് വചനത്തിനായി കടന്നു വന്നു. നിനക്കൊത്തിരി നന്ദി കർത്താവേ. എല്ലാവർക്കും ജാൻസി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങൾ സമർപ്പണത്തിന്റെ പ്രാർത്ഥന പ്രിയപ്പെട്ടവരോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കാം. ഞങ്ങളെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ വാഴ്ത്തപ്പെട്ട നല്ല ദൈവമേ, കർത്താവെ, അങ്ങയുടെ ശ്രേഷ്ഠദാസനിലൂടെ ഇന്ന് രാത്രികാലം നീ ഞങ്ങളെ കേൾപ്പിച്ച ദൂതനായ സ്തോത്രം. കർത്താവെ, നീ ഞങ്ങളുടെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ കർത്താവെ ഞങ്ങൾ എവിടെ എത്തുമായിരുന്നു എന്ന് ചിന്തിക്കാൻ നാശകരമായ കുഴിയിലും കുഴഞ്ഞ ചേറ്റിലും കിടന്ന കർത്താവെ ഞങ്ങളെ നീ വലിച്ചെടുത്ത് നിന്റെ പാറമേൽ നിർത്തിയല്ലപ്പാ, ഇതുവരെ നടത്തിയല്ല കർത്താവേ. നീ തന്ന നന്മകൾക്കായി ഇന്ന് രാത്രി നന്ദി പറയുക കർത്താവേ. ഹല്ലേലൂയ. അപകടങ്ങളിൽ നിന്ന്, മരണകരമായ രോഗങ്ങളിൽ നിന്ന്, പ്രതിസന്ധികളിൽ നിന്ന് നീ ഞങ്ങളുടെ പക്ഷത്ത് നിന്ന് ഞങ്ങളെ സ്നേഹിച്ച് കർത്താവേ ഇന്ന് രാത്രി ഇവിടെ കൊണ്ടുവന്ന നിന്റെ വലിയ കൃപയ്ക്കായി സ്തോത്രം ദൈവമേ. കർത്താവേ, കടന്നു വന്ന അങ്ങയുടെ പ്രിയപ്പെട്ട മക്കളെ നിന്റെ കരത്തിലേക്ക് സമർപ്പിക്കുക പച്ച. അപ്പൊ 2025 വേലയ്ക്ക് വേണ്ടി ഒരു പടി മുന്നോട്ട് വെക്കാൻ ഈ കുഞ്ഞുങ്ങളെ നീ അവിടുന്ന് അഭിഷേകം ചെയ്യുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. നീ ഒന്ന് തട്ടി ഉണർത്തണമേ. യഹോവ എന്റെ പക്ഷത്തില്ലായിരുന്നുവെങ്കിൽ കർത്താവേ, നീ എനിക്ക് ആയുസ് തന്നത് വരും കാലങ്ങളിൽ പ്രയോജനപ്പെടാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ അവിടുന്ന് ഉപയോഗിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു കർത്താവേ. അങ്ങയുടെ ശ്രേഷ്ഠദാസനെ ഇന്ന് രാത്രി നീ ഉപയോഗിച്ചല്ല കർത്താവേ. എളിയവരെ മാനിക്കുന്ന ദൈവമേ, സ്വർഗം ഇന്ന് മാനിച്ചു നിർത്തിയ കൃപയ്ക്കായി സ്തോത്രം ദൈവമേ. ഒരു ചാട്ടുളി പോലെ ആ വചനം ഞങ്ങളുടെ ഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങുവാൻ അഭിഷേകത്തിന്റെ ശക്തി ഇന്ന് വ്യാപരിച്ചതിനായി സ്തോത്രം കർത്താവേ. ഞങ്ങളൊരു തീരുമാനത്തോടെ പോകാൻ, നീ തന്നായുസ് നിനക്ക് വേണ്ടി പ്രയോജനപ്പെടാൻ സർവശക്തനായ ദൈവമേ ഞങ്ങളെ മുറ്റുമായി സമർപ്പിക്കുക. വചനം പറഞ്ഞ അങ്ങയുടെ ദാസനെ നീ ബലപ്പെടുത്തിയതിനായി സ്തോത്രം. കടന്നു വന്ന എല്ലാവരെയും നീ അവിടുന്ന് അനുഗ്രഹിക്കണമേ. ഇന്ന് രാത്രി കർത്താവേ, നിന്റെ സ്പർശനം അനുഭവിച്ച്, നിന്റെ തലോടൽ അനുഭവിച്ച് കടന്നു പോകാൻ നിന്റെ മക്കളെ നീ സഹായിക്കുമാറാകണമെന്ന് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതിനായി സ്തോത്രം. യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ തന്നെ.